ഉദാഹരണത്തിന് 2019 കേരളത്തിൽ എല്ലാ സ്ട്രെങ്ത്തും ഉള്ള പാർട്ടിയായിരുന്നു സി പി എം അതിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിച്ചു, അധികാരത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1/2 സീറ്റോളം കിട്ടിയുള്ളൂ. എന്നുവെച്ചാൽ ഒരു സീറ്റിൽ 10,000 വോട്ടേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള സ്ട്രെങ്ത്തുകൾ നമുക്ക് അനുകൂലമാകണമെന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീക്ക്നെസ്സുകൾ ഉള്ളത് അംഗീകരിച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. ഇപ്പം രതീഷനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 2021 2020 എന്ന് പറഞ്ഞ പാർട്ടി എറണാകുളത്ത് 9 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഒരിടത്തും കോർണർ യോഗങ്ങളോ ബൂത്ത് കൊടുക്കലോ സ്ലിപ്പ് കൊടുക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. 15% സീറ്റ് പിടിച്ചു. 2014 എറണാകുളത്ത് നിന്ന് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അനിതാ പ്രതാപന് മലയാളം പോലും അറിയാത്ത സ്ത്രീയായിരുന്നു. 50,000 വോട്ട് അവരവിടെ പിടിച്ചു. അപ്പം അതിൻ്റെ എല്ലാം ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നത് ക്ലെയിമാണ്. ക്ലെയിം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ജനങ്ങൾ എന്തെങ്കിലും ഒരു അനീതിക്കെതിരായിട്ട് എന്നെ കാണുന്നുണ്ട്.